പണ്ടുകാലത്തെ ഒരു വിശ്വാസം പിന്നീട് അതൊരു കഥയായി. പലർക്കും പല അമാനുഷിക പരീക്ഷണങ്ങളും നേരിൽ ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്ന ഒരു കഥയാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് പാലക്കാടുള്ള എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ ഞാൻ എൻ്റെ അവധിക്കാലം ചിലവഴിക്കാൻ പോയിരുന്നു. അവിടെ ചെന്നാൽ വല്യച്ഛൻ ഇതുപോലെയുള്ള പല കഥകളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ അവിടെ പോയി. അന്നൊരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടെ പണ്ട് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നെന്നും അവർക്ക് ദുരാത്മാക്കളെ സേവിക്കുന്ന ഏർപ്പാടായിരുന്നു എന്നും അത്തരത്തിലുള്ള കഥകൾ ഞാൻ മുന്നേ കേട്ടിട്ടുള്ളതാണ്. അന്ന് ആ അവധിക്ക് പോയപ്പോഴും ഞാൻ ഇക്കഥ പറയാൻ വല്യച്ഛനോട് പറഞ്ഞു. അങ്ങനെ വല്യച്ഛൻ എനിക്ക് വീണ്ടും ആ കഥ പറഞ്ഞു തരാൻ തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് വല്യച്ഛൻ്റെയൊക്കെ കുട്ടിക്കാലമായിരുന്ന സമയത്ത്, പാടത്ത് അവരുടെ കാരണന്മാരൊക്കെ പണിക്ക് പോകും. കുട്ടികളായ ഇവർ വീട്ടിലിരിക്കാതെ അടുത്ത പറമ്പിലും കുളങ്ങളിലുമെല്ലാം പോയി കറങ്ങിയടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഇവർ അടുത്തുള്ള ചണ്ടിക്കുളം എന്ന് ആ ഗ്രാമത്തിൽ പറയുന്ന ഒരു കുളമുണ്ട്, അവിടേക്ക് കുളിക്കാൻ വേണ്ടി പോയി. ഇവർ ചെന്നപ്പോൾ അവിടെ അടുത്തുള്ള സ്ത്രീകളെല്ലാം അവിടെ തുണികളെല്ലാം അലക്കുന്നുണ്ട്. സമയം ഉച്ചനേരം, ഒരു 12 മണി കഴിഞ്ഞിരുന്നു. അവിടെയുള്ള സ്ത്രീകളെല്ലാം, അയ്യോ സമയമായി, ആ മുത്തിത്തള്ള വരാൻ നേരമായി, വാ നമുക്ക് പോകാം എന്ന് അടുത്തുള്ള സ്ത്രീകളോടെല്ലാം ഒരു സ്ത്രീ പറഞ്ഞു. ശേഷം അവരെല്ലാം ആ കുളത്തിൽ നിന്നും കയറി. ഇവർ പിള്ളേര് അപ്പോഴും കുളത്തിൽ കിടന്ന് ചാടി മറിയുന്നുണ്ട്. അന്നേരം ഒരു ചേച്ചി ഇവരോട് പറഞ്ഞു, പിള്ളേരെ മതി, വേഗം കയറിപ്പൊക്കോ, ആ തള്ള വരുന്ന നേരമാണ്. അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോയി. ഇവർ അതൊന്നും കൂസാതെ അവിടെ തന്നെ നിന്ന് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നു. അല്പം നേരം കഴിഞ്ഞതും ഒരു തുണിഭാണ്ഡവും കയ്യിൽ പിടിച്ച് ഒരു വടിയും കുത്തി നെറുകിൽ മുടി കെട്ടിവെച്ച് വലിയ തുളയുള്ള കാതും അതിൽ വട്ടം കണക്കെയുള്ള വെള്ളി നിറത്തിലുള്ള കമ്മലുമിട്ട് മുറുകി ചുവപ്പിച്ച് നല്ല ഉയരമുള്ള ഒരമ്മച്ചി ആ കുളക്കടവിലേക്ക് വന്നു. ഒരു കറുത്ത ബ്ലൗസും ചുവന്ന ഒരു മുണ്ടുമുടുത്ത്, കഴുത്തിൽ ഒരു വെള്ള തുണിയും, മുഖത്ത് നിറയെ എണ്ണ വെച്ച് തേച്ച് ഇരുണ്ടൊരു കോലവും. കണ്ടാൽ ശരിക്കും പേടിക്കും. അവർ വന്ന്, എന്താണ് പിള്ളേരെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചിരിയും. പിള്ളേര് ഒന്നും മിണ്ടാതെ ആ പടവിൽ കയറി നിന്നു. അമ്മച്ചി പിള്ളേരെ പിടിച്ച് ആ തുണിയിൽ പൊതിഞ്ഞ ഭാണ്ഡത്തിൽ കെട്ടിക്കൊണ്ടുപോകും എന്ന ഒരു കഥ ഇവർ കേട്ടിട്ടുണ്ട്. ഇവർക്ക് അത് കണ്ട് ശരിക്കും ഭയമായി. പിള്ളേർ പതിയെ അവരുടെ തുണിയെല്ലാം എടുത്ത് അവിടെ നിന്നും പോകാനൊരുങ്ങി. അത് കണ്ട വഴി ആ സ്ത്രീ അവിടെ ഇരുന്നു. എന്നിട്ട് ആ തുണി അഴിച്ചു. കുറേ പട്ടുതുണികളായിരുന്നു അതിലെല്ലാം. ശേഷം മറ്റൊരു സഞ്ചി അവർ പുറത്തെടുത്തു. അതിനുള്ളിൽ നിന്നും ഒരു പ്രത്യേകം ഗന്ധം പുറത്തേക്ക് വന്നു, ഒരു പഞ്ചാമൃതത്തിൻ്റെ കൂട്ടുഗന്ധം. അവർ ആ സഞ്ചിയിൽ നിന്നും അവലും മലരും പഴവുമെല്ലാം എല്ലാം കൂടെ കുഴിച്ച ഒരു തരം കൂട്ടു സാധനം വാരി ഇവർക്ക് നേരെ നീട്ടി. കഴിച്ചോളാൻ പറഞ്ഞു. ആദ്യം ഒരു പേടി ഇവർക്കുണ്ടായി. മന്ത്രവാദിയാണ്, ഇനി ഇത് തിന്നാൽ പണിയാവുമോ എന്ന പേടി. എന്നാൽ പട്ടിണിയും പരിവട്ടവുമായിരുന്ന ആ കാലത്ത് വിശപ്പിന് എന്ത് കിട്ടിയാലും എന്താ പിള്ളേരെ, അവർ അതെല്ലാം വാരി അങ്ങോട്ട് തിന്നു. എന്നിട്ട്, എന്നാൽ പൊക്കോ, നല്ല വെയിലല്ലേ, നിൽക്കണ്ട എന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരെല്ലാവരും അവിടെ നിന്നും പോയി. അങ്ങനെ പോകുന്ന വഴി കൂട്ടത്തിൽ ശങ്കരൻ എന്ന ഒരു വികൃതി പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ബാക്കി പിള്ളേരോടൊക്കെ പറഞ്ഞു, ഈ അമ്മൂമ്മയുടെ വീട്ടിൽ കുറേ ഭരണിയുണ്ട്, അതിൽ പൂത്തുപോയ കുറേ പണവും പിന്നെ അകത്തു മറ്റു നിധിയും കുറേ തിന്നാനുള്ള സാധനങ്ങളുമൊക്കെ ഉണ്ടെന്നും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തായാലും ഇവരോട് കുളിക്കുകയല്ലേ, വരാൻ കുറേ നേരം പിടിക്കില്ലേ? അത് കേട്ട ഉസ്മാൻ എന്ന പയ്യൻ, അവിടെ കുറേ ഭൂതവും പ്രേതവുമൊക്കെ ഉണ്ടെന്നല്ലേ പറയണേ? ഏയ്, അതൊക്കെ അങ്ങോട്ട് ആരും ചെല്ലാതിരിക്കാൻ വേണ്ടി ഈ നാട്ടുകാരും ഈ തള്ളയുമെല്ലാം കള്ളം പറയുന്നതാണ് എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന്
ശങ്കരൻ എന്ന പയ്യൻ പറഞ്ഞു. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ മൊത്തം 9 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പാടത്തുകൂടെ നടന്ന് ആ വീടിൻ്റെ പറമ്പിലേക്ക് കയറി. വലിയ മാവും പ്ലാവും വാഴകളും തെങ്ങും കവുങ്ങുകളുമെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. അങ്ങനെ ഞങ്ങൾ ആ വീടിൻ്റെ പിൻവശത്തെത്തി. വലിയൊരു ഓടുവീട്. ചിലയിടങ്ങളിലെല്ലാം വീണ് കിടക്കുന്ന ഓടുകളും ദ്രവിച്ച കഴുക്കോലും കാണാം. ഞങ്ങൾ പതിയെ ആ വീടിൻ്റെ മറുവശത്തേക്ക് നടന്നു. അപ്പോൾ അകത്തു നിന്നും ആരോ ഊർക്കം വലിക്കുന്ന തരത്തിൽ ഒരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഈ വീട്ടിൽ ഈ വൃദ്ധയായ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്കറിയാവുന്നത്. പിന്നെ ആരാണ് ഈ കൂർക്കം വലിക്കുന്നത്? ഞങ്ങൾ പരസ്പരം ചോദിച്ചു. ഏതായാലും ഇനി അകത്തേക്ക് പോകണ്ട, തൽക്കാലം നമുക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ മറുവശത്തായി ചെറിയൊരു മൺപാത്രങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്. ചിലത് പൊട്ടി അതിൽ നിന്നും കുറെ ചാരം താഴെ വീണ് കിടപ്പുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പേടി കൂടി. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ആരെ എണീറ്റ് നടക്കുന്നത് പോലെയുള്ള ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഈ വീട്ടിൽ ചാത്തനൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ചാത്തനാവാം അവിടെ. നമുക്ക് വേഗം പോകാമെന്ന് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാൻ നോക്കുന്ന നേരം ആ വീടിൻ്റെ ഇടവഴിയിലെ മുള്ളുവേലികളടുത്ത് ആ വൃദ്ധ എത്തി. ഞങ്ങൾ വേഗം തന്നെ അവിടെയുള്ള വാഴക്കൂട്ടത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. ആ വൃദ്ധ വീട്ടിലെത്തിയതും ആരെങ്കിലും ഇവിടെ വന്നോ ഇന്ന് അകത്തേക്ക് എന്ന ഭാവത്തിൽ ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു. അത് കേട്ട് ഞങ്ങൾ ശരിക്കും വിറച്ചു. ആ നേരം അകത്തൊരു പല്ലി ചിലയ്ക്കുന്ന ഒരു കൂട്ടുശബ്ദം ഞങ്ങൾക്ക് കേട്ടു. ആ വൃദ്ധയുടെ ഭാവം മാറി. അവർ തുണികളെല്ലാം അവിടെ ഇട്ടു. ശേഷം തിരക്ക് ചുറ്റും ആ വടി പിടിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ പതിയെ അവിടെ നിന്ന് മാറി മാറി നടക്കാൻ തുടങ്ങി. അവർ ആ നേരം ഞങ്ങൾ നിന്ന ആ വാഴക്കൂട്ടത്തിൻ്റെ മേൽവശത്തെത്തി. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി നിന്നു. എടാ നാശങ്ങളെ എന്ന് വിളിച്ചു അലറി. ആ വൃദ്ധൻ ഞങ്ങൾക്ക് നേരെ വരാൻ തുടങ്ങി. അന്നേരത്തെ അവരുടെ ദേഷ്യം, അവരുടെ കയ്യിൽ ഞങ്ങൾ കിട്ടിയാൽ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ ഓടി. അപ്പോൾ കൂട്ടത്തിലൊരുത്തൻ അവിടെ വീണു. ഞങ്ങൾ അവനെ പൊക്കിയെടുത്ത് ഓടി. ആ വേലി ചേടി ഞങ്ങൾ പാടത്തേക്കെത്തി. തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ വൃദ്ധയെ അവിടെ കാണാനില്ല. ഞങ്ങൾ നിന്നില്ല. വീണ്ടും എല്ലാവരും ചേർന്ന് ഓടി. അന്ന് രാത്രി അന്ന് പോയ ഞങ്ങളുടെയെല്ലാം വീടിൻ്റെ മീതെ എന്തൊക്കെ ഓടി നടക്കുന്ന കൂട്ടുശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. കുരങ്ങന്മാരെ കൂട്ടുപോലെയുള്ള കുറേ ജന്തുക്കൾ. എന്നാൽ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ നേരമായപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, നീ ആ മുത്തിത്താലയുടെ വീട്ടിൻ്റെ വളപ്പിലെങ്ങാനും പോയിരുന്നോ എന്ന്. ആ പോയിരുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞതും എനിക്ക് നല്ല അടിയും തന്നു അച്ഛൻ. ശേഷം അകത്തെ പൂജാമുറിയിൽ നിന്നും ഒരു വിളക്ക് കത്തിച്ച് അച്ഛനത് പുറത്തെ ദൈവത്തറയിൽ കൊണ്ടുചെന്ന് വെച്ചു. എന്നെ കൂടി പിടിച്ചു നിർത്തി. അവിടെ നിന്നു അച്ഛൻ എന്തൊക്കെയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ഇരുന്ന കുറച്ച് ഭസ്മം എൻ്റെ മേല് വെച്ച് തെച്ചു. അല്പം എടുത്ത് പെരയുടെ 4 വശത്തും അതിന് മേലേക്കും കുറേ വാരി എറിഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി മേലിൽ പുറത്തേക്ക് പോകരുത്. ഇനി ആ തള്ളയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകരുത്. അങ്ങനെ പോയാൽ അവർ നിന്നെ കൊല്ലും. അത് കേട്ടതും എനിക്ക് പേടി കൂടി. പിറ്റേന്ന് എനിക്ക് വല്ലാത്ത പനിയായി. ശരീരത്തിൽ ക്ഷീണം. അങ്ങനെയൊക്കെ 2 ദിവസം കൊണ്ട് ശരിയായി. കുറേ നാളുകൾക്ക് ശേഷം ആ തള്ള മരിച്ചുപോയി. ശേഷം അവരുടെ വീടും നിലം പതിച്ചു. അതിനുശേഷം ആ വഴിയിലൂടെ ആരെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ ആ വീടിൻ്റെ ഭാഗത്തു നിന്നും രാത്രികാലങ്ങളിൽ ഉറക്കെ ചിരിയും മുറുക്കാനുണ്ടോ എന്ന ചോദ്യവുമൊക്കെ കേൾക്കാമായിരുന്നു. പിന്നെ രാത്രികാലത്ത് ആ വഴി ആരും പോവാതെയായി. കുറേ ആത്മാക്കളെയെല്ലാം അവിടെ ആവാഹിച്ചിട്ടുണ്ട്. ആ മന്ത്രവാദി ആ മുത്തിത്തള്ള എന്നാണ് ആ ഗ്രാമത്തിൽ ഉള്ളവരുടെ വിശ്വാസം. വെള്ളം പോലും കിട്ടാതെയാണ് ആ സ്ത്രീ നരകിച്ചാണ് അവർ മരിച്ചതെന്നും പറയുന്നു. പണ്ടുകാലത്ത് എൻ്റെ വലിച്ചനുണ്ടായ ഒരു അനുഭവമാണിത് എന്നാണ് അനന്തു എന്ന സുഹൃത്ത്
നമ്മളോട് പറഞ്ഞത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.